ഹലോ അസ്സാം വലൈക്കും. എടാ, നമ്മളെ +1 മോഡൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. നമുക്കൊരു പാരഗ്രാഫ് തരും. ഇതിൻ്റെ ആ പാരഗ്രാഫ് തന്നിട്ടുണ്ടാവും മിക്കവാറും ഒരു സ്ത്രീയെ കുറിച്ചിട്ടോ പുരുഷനെ കുറിച്ചിട്ടോ സ്ത്രീലിംഗോ പുല്ലിംഗോ ആയിട്ടുള്ളതായിരിക്കും വരാം. ഉദാഹരണത്തിന് ഇവിടെ ഹുവ ദാരിസുൻ വിദ്യാർത്ഥിയാണെന്നാണ്. അപ്പോൾ അത് പുല്ലിംഗമായിട്ടുള്ള അല്ലെങ്കിൽ പുരുഷനെ കുറിച്ച് പറഞ്ഞ പാരഗ്രാഫാണ്. ഇനി നമ്മോട് പറയുകയാണെന്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ, പിന്നെ നിങ്ങൾ പ്ലേസ് ചെയ്യണം ഹിയയെ പ്ലേസ് ചെയ്യണം മക്കാന ഹുവ. ഹിയയുടെ മക്കാൻ ഹുവയുടെ സ്ഥാനത്ത് ഹിയെ പ്ലേസ്. ഹുവ എന്ന് പറഞ്ഞ അർത്ഥം അവൻ, അതിൻ്റെ സ്ഥാനത്ത് ഹിയനെ അവൾ എന്നാക്കി മാറ്റണം. അപ്പം എന്താക്കി മാറും? ഈ പുരുഷനെ കുറിച്ച് പറഞ്ഞ സെൻറ്റൻസ് എന്തായി മാറും? സ്ത്രീലിംഗമായ സെൻറ്റൻസ് ആയി മാറും. അപ്പോൾ ഈ പുരുഷനെ സ്ത്രീയാക്കി മാറ്റുന്നതും സ്ത്രീയെ പുരുഷനാക്കി മാറ്റുന്നതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട്. ചില ആളുകൾ പറയും സാർ ഇതിന് മൊത്തം മീനിങ് അറിഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റൂ. മീനിങ് ഒന്നും അറിയണ്ട, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 5 ചേഞ്ച്. ഇപ്പം അല്ലേ, പുരുഷൻ ആയിട്ടുള്ള പാരഗ്രാഫിനെ നമ്മൾ സ്ത്രീ ആക്കി അതിനെ മാറ്റുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന 5 പോയിന്റ്സ് ആണ്. ഒന്നാമത്തെ പോയിന്റ് തന്നെയാണ് എന്ത്, നമ്മൾ ഹുവ എന്നായിരിക്കും അതിൽ അവൻ എന്ന് പറയാൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ആ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക? ആ സ്ഥാനത്ത് നമ്മൾ ഹിയ എന്ന് കൊടുക്കുക. ഓക്കെ, ഒന്നാമത് ചേഞ്ച് ക്ലിയർ ആയല്ലോ. ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഹുവ ഉണ്ടോ, ഹുവയെ നമ്മൾ ഹിയ ആക്കുക. ഇനി എവിടെയെങ്കിലും ഹുവ എന്നുണ്ടോ നോക്കുക, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഹിയ എന്നാക്കി വിടാം. അവിടെ ഹുവ ഉണ്ടോ, ഒക്കെ ഹിയ ആക്കി കൊടുക്കുക. രണ്ടാമത് ചേഞ്ച് എന്താ? രണ്ടാമത് ചേഞ്ച് ഇതിൽ അവൻ്റെ എന്ന് പറയാൻ ഹു അതല്ലെങ്കിൽ ഹീ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഹു അല്ലെങ്കിൽ ഹീ എന്ന് ഉപയോഗിച്ച് അവൻ്റെ എന്ന് പറയാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. ആ വാക്ക് കണ്ടെത്തിയിട്ട് അവിടെ എന്ത് കൊടുക്കുക? ഹ എന്ന് കൊടുക്കുക. ഹീ അല്ലെങ്കിൽ ഹാക്ക് പകരം രണ്ടിന് പകരം എന്ത് ചെയ്താൽ മതി? ഹ എന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഉണ്ടാവും ഉസ്രത്തി ഹി, അപ്പോൾ ഉസ്രത്തി ഹ ഉണ്ടാവും. വാലിദു ഹു, വാലിദു ഹ, ഉമ്മഹു, ഉമ്മഹ. ക്ലിയർ ആയല്ലോ? അങ്ങനെ ഹി അല്ലെങ്കിൽ ഹു എന്നുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുക? ആക്കി കൊടുക്കുക. മൂന്നാമത്തത്, പുരുഷനെ കുറിച്ച് പറഞ്ഞ സെന്റൻസിൽ ഈ താ ഉണ്ടാവില്ല. ആ ആളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് ഈ താ ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണം? അവരെ പരിചയപ്പെടുത്തുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് കാണിച്ചു തരാം. ഈ താഇനെ നമ്മൾ ആഡ് എന്ത് ചെയ്യണം? ആ താ മർബൂത്തായിട്ടുള്ള താ എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഓക്കെ, ഇനി നോക്കുമ്പോൾ ഹുവ ദാരിസുൻ, അപ്പോൾ എന്ത് ചെയ്യണം? ഹിയ വരുമ്പോൾ ദാരിസത്ത് ആഡ് ചെയ്യണം. ഉണ്ടോ? വേറെ എല്ലാ സ്ഥലത്തും വേണ്ട. ആ ആളെ പരിചയപ്പെടുത്തുന്ന ഫസ്റ്റ് ഭാഗത്ത് മാത്രം മതി. അവരെ കുറിച്ച് പറയുന്ന വാക്കിൽ ഇപ്പോൾ പിന്നെ എന്താ പറയുക, ദാരിസുൻ ദാരിസത്തുൻ, താലിബുൻ താലിബത്തുൻ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ എഴുതണം. നാലാമത്തെ പോയിന്റ്, ഫുലുൽ മാളി ഇതിലുണ്ടെങ്കിൽ അത് ഫഅല രൂപത്തിലായിരിക്കും വരിക. ഫഅല, കത്തബ പോലത്തെ രൂപത്തിലായിരിക്കും വരിക. ഉദാഹരണത്തിന് ജലസ, ഈ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക? ഫുലുൽ മാളി വരിക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ത്രീലിംഗമാക്കി മാറ്റുമ്പോൾ ഫഅലത്ത് രൂപത്തിലാക്കണം. അപ്പോൾ ജലസയാണെങ്കിൽ എന്ത് ചെയ്യും? സ്ത്രീലിംഗമാകുമ്പോൾ ജലസത്ത് എന്ന് വരും, ജലസത്ത് എന്ന് വരും. ക്ലിയർ ആയോ? ഓക്കെ, ഇനിയോ അഞ്ചാമത്തെ ചേഞ്ച് ഇതിൽ മുലാരി ആയിട്ടുള്ള ഫ്ലോയിലാണെങ്കിൽ യഫ്അലു രൂപത്തിൽ യാ കൊണ്ടായിരിക്കും പുല്ലിംഗത്തിൽ തുടങ്ങുക. ഉദാഹരണത്തിന് ഇതേ വാക്ക് തന്നെ യജ്ലിസു എന്നായിരിക്കും തുടങ്ങുക. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്ത്രീലിംഗമാക്കി മാറ്റുമ്പോൾ നമ്മളതിനെ തഫ്അലു, സ്ത്രീലിംഗമാകുമ്പോൾ യാക്ക് വരെ ഫസ്റ്റ് അക്ഷരം താവ്, തഫ്അൽ. ഉദാഹരണത്തിന് യജ്ലിസു എന്തായി മാറും? തെജ്ലിസു ആയി മാറും. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം. ഇവിടെ യദ്റുസു തദ്റുസു ആകും. ഓക്കെ, യസ്കുനു തസ്കുനു ആകും. യുക്കിരിമു തുക്കിരിമു ആകും. യുഹിബു തുഹിബു ആകും. ക്ലിയർ ആയല്ലോ? ഈ 5 ചേഞ്ചുകൾ വരുത്തിയിട്ട് ഈ പാരഗ്രാഫ് ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതിന് 6 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കും. നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ട്രിക്ക് ഉപയോഗിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.